നമസ്കാരം. കുടുംബവിശേഷമെന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ കുടുംബവിശേഷത്തിൽ ചാക്കോ മാഷും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള ഒരു കുടുംബ കലഹമാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒരുപക്ഷെ വൈകിയുണ്ടായതുകൊണ്ടാവാം മകന് വേണ്ടത്രയധികം വാത്സല്യങ്ങൾ കോരിച്ചൊരിഞ്ഞാണ് ആ അച്ഛൻ മകനെ വളർത്തിയത്. ചാക്കോ മാഷിനോടാണ് ചോദ്യം. മകൻ എന്തായിത്തീരണമെന്നാണ് ചാക്കോ മാഷിന്റെ ആഗ്രഹം? തല്ലിപ്പിഴിഞ്ഞത് പഠിച്ചു മിടുക്കനായി രാജ്യം അറിയുന്നൊരു മാത്തമാറ്റീഷ്യനാകാൻ വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ അതിനുള്ള ശ്രമങ്ങളും അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. Stand up. A squared minus B squared is equal to A plus B A into B A square B plus അല്ല. A squared minus B squared is equal to A plus B into A minus B. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഒരു യുവ സൂപ്പർ താരമായ പൃഥ്വിരാജിനെ ആരാധിച്ചിരുന്ന ആ മകന് ഒരു സൂപ്പർ സ്റ്റാർ ആവാനായിരുന്നു ആഗ്രഹം. ഇത്രയും ഗ്ലാമറസ് ആയ മകനെ ഒരുപക്ഷെ പാവങ്ങളുടെ ഋതിക് റോഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഒരു സിനിമാ താരമാകുന്നതിൽ നിന്ന് താങ്കൾ വിലക്കുന്നത്? ഒരു കൂളിംഗ് ഗ്ലാസും കൂടി ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏതൊരു സൂപ്പർ താരത്തെക്കാളും ഒരു ഗ്ലാമറസ് ആയ ഫിഗർ തന്നെയാണ്. നടൻ താരമാകുന്നത് ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈലിലൊക്കെ അങ്ങനെ വന്നാൽ മനുഷ്യനാകില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇതെന്തു പറ്റി? ഈ ജുബയുടെ കൈ ആരാണ് മുറിച്ചത്? മകൻ അപ്പന്റെ കൈവെട്ടി. ഇനി മകനോടാണ് ചോദ്യം. അച്ഛന്റെ കൈ വെട്ടി എന്ന് പറയുന്ന ഈ കുറ്റകൃത്യം ചെയ്തത് താങ്കൾ തന്നെയാണോ? എന്തിനാണ് ഈ ഒരു കൊടും അപരാധം ചെയ്തത്? കൈവിട്ടുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ്. ഞാനും ഒന്ന് ശ്രമിച്ചു, പക്ഷേ നിർഭാഗ്യവശാൽ അതെന്റെ അച്ഛന്റെ കൈയായി പോയി. സിനിമാ മോഹവുമായി അലങ്ങി നടന്ന അദ്ദേഹത്തിന് സൂപ്പർ താരം അശോക് രാജിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട. അതുപോലെ ഒരു ബാർബർ ബാലൻ തന്റെയും രക്ഷയ്ക്കെത്തുമെന്ന് അദ്ദേഹം മോഹിച്ചു. ബാർബർ ബാലനെ പോലെയുള്ള ഒരു സുഹൃത്തിനെ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന് തെറ്റി. അദ്ദേഹത്തിന് മുന്നിൽ വന്നത് ഈ യുവാവായിരുന്നു. പൈപ്പറ്റ് ശശി എന്നു പേരുള്ള ഈ യുവാവ് 1 ml മുതൽ 0.2 മൈക്രോലിറ്റർ വരെയുള്ള പൈപ്പറ്റുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു പ്രമുഖനായിരുന്നു. ലോക്കൽ പർച്ചേസിന് പോയപ്പോൾ 50ഉം 100ഉം രൂപയുടെ ചെറിയ ചെറിയ തിരിമറികൾ നടത്തി ബിസിനസ്സിലേക്ക് രംഗപ്രവേശം ചെയ്ത ഇന്ന് ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ധനികന്മാരിൽ ഒരാളാണ്. വൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായി ഇദ്ദേഹത്തിന് കൂട്ടാളികളായി ഉണ്ടായിരുന്നത് ഈ 3 പേരാണ്: ക്യാൻസർ അലി, വൈറസ് രാജൻ, സ്റ്റെംസെൽ കരുണൻ എന്നിവർ. പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു ലൊക്കേഷനിൽ നിന്നും നമ്മുടെ പൈപ്പറ്റ് ശശി ലൈനിലെത്തിയിട്ടുണ്ട്. പൈപ്പറ്റ് ശശിയുമായി സംസാരിക്കാം. പൈപ്പറ്റ് ശശി, താങ്കൾക്ക് എങ്ങനെയാണ് ഈ പൈപ്പറ്റ് ശശി എന്നുള്ള പേര് ലഭിച്ചത്? ഇവിടെ കമ്പനിക്ക് ഡിസ്പ്ലേക്കുന്ന പൈപ്പറ്റ് വിറ്റാൻ ഞാൻ ബിസിനസ് തുടങ്ങി. അതുകൊണ്ടാണ് എന്നെ പൈപ്പറ്റ് ശശി എന്ന് പലരും സ്നേഹത്തോടെ വിളിക്കുന്നത്. ഇന്നും ഞാൻ ആ ബിസിനസ് തുടരുന്നുണ്ട്. വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. My number is 2277. എന്താണ് ആ കാറ്റ് അഴിച്ചുവിട്ട പോലെയുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നത്? ഒരു സമ്മർ ട്രെയിനി ആയില്ലേ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. എന്താണ് സമ്മർ ട്രെയിനീസ് എന്ന് പറയുന്നത്? ഇവരെന്താണ് വേനൽക്കാലത്ത് വരുന്ന ഒരു അതിഥികളാണോ അതോ? സമ്മറൊക്കെ തന്നെ, പക്ഷെ നമുക്കത് വിന്റർ പോലെയാ. ശശി കേൾക്കാമോ? കട്ടായം തോന്നുന്നു. നമുക്ക് തിരിച്ചു വരാം. ആയാലും ചാക്കോ സാറിന്റെ മകനിൽ നിന്നും 50,000 രൂപ തട്ടിയെടുത്ത ഈ 4 സംഘത്തെ പോലീസ് ഊർജിതമായി തിരയുകയാണ്.
എത്രയും പെട്ടെന്ന് ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക. മിക്കവാറും അടുത്ത സമ്മർ ട്രെയിനി സീസണിന് മുമ്പെങ്കിലും ഇവർ ഇവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നഷ്ടപ്പെട്ട കാശ് തിരിച്ചുപിടിക്കാനും 1 കോടി രൂപയുടെ ഫ്ലാറ്റിൽ സ്വപ്നം കണ്ടും ഈ ചെറുപ്പക്കാരൻ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയി. ഈ പാട്ട് ഇത് ലാസ്യരസ പ്രധാനമാണത്. അപ്പൊ അതിന് ഒട്ടും സുമന്റെ ഒരു വോയിസ് അതിനൊട്ടും സ്യൂട്ട് ചെയ്യുന്നില്ല. ഒരു ഗ്രേവൽ എന്ന് പറഞ്ഞൊരു വോയിസ് അത് വേറെ ചില പാട്ടുകൾക്കാണ് സ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത് സെലക്ട് ചെയ്തത് തന്നെ അത് ശരിയായോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടാമത്തെ സാമജ സഞ്ചാരിണി ഒന്ന് പാടുമെന്ന്. ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്ന് നിരാശാജനകമായി പുറത്തുപോയ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ സൂര്യ ടിവിയിലെ ഡീൽ ഓർ നോ ഡീൽ എന്ന പരിപാടിയിൽ ഒരു ഇടം കണ്ടെത്തി. ആ ബോക്സ് ആയിക്കോട്ടെ. അങ്ങനെ സൂര്യ ടിവിയിലെ ഡീൽ ഓർ നോ ഡീൽ എന്ന പരിപാടിയിൽ പോലും ഭാഗ്യം സിദ്ധിക്കാതെ ഈ ചെറുപ്പക്കാരൻ ജഗതി വീഥികളിലൂടെ അലഞ്ഞു നടന്നു. അങ്ങനെയിരിക്കെ ഒരു ചുവന്ന വലിയ കെട്ടിടം ഇദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ കെട്ടിടത്തിലേക്ക് കയറിയ അദ്ദേഹം ഇന്ന് 4 മാസങ്ങൾക്ക് ശേഷം